നമ്മൾ ഓരോ സെമസ്റ്റർ പരീക്ഷകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ പല വിദ്യാർത്ഥികൾ പല സെമസ്റ്റർ പരീക്ഷകളുടെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഒന്നോ രണ്ടോ പേപ്പറുകൾ സപ്ലിമെൻ്ററി കിട്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കും ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും പല വീഡിയോസും കാണുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഓരോ സെമസ്റ്റർ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, ദെൻ പരീക്ഷ ഡേറ്റ് വരുമ്പോൾ, ഡീറ്റെയിൽഡ് ടൈം ടേബിൾ വരുമ്പോൾ എല്ലാം നോക്കിയാൽ മാത്രമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്ത് പരീക്ഷകൾ എഴുതി ജയിക്കാൻ സാധിക്കുകയുള്ളൂ. പലരും ഒന്നോ രണ്ടോ പേപ്പറുകൾ പോയി കഴിഞ്ഞാൽ, തോറ്റു കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലിക്കോ വിദേശത്തൊക്കെ പോകാറുണ്ട്. അതിനുശേഷമാണ് അവർ വിചാരിക്കാറ്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാറ്, ഈ രണ്ട് പേപ്പറുകൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ആവുകയും ഉയർന്ന ജോലിക്കുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ. പക്ഷേ തിരിച്ചു വരുമ്പോൾ പല സെമസ്റ്റർ പരീക്ഷയുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇനി വരുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പല വിദ്യാർത്ഥികൾക്കും പല രീതിയിലുള്ള തടസ്സം ഉണ്ടാകുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഉദ്ദേശിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇനി വരാൻ പോകുന്ന സെമസ്റ്റർ പരീക്ഷകളുടെ സമയക്രമത്തെക്കുറിച്ചിട്ടാണ്. ജൂൺ മാസം 19 മുതൽ, അതായത് അടുത്ത ബുധനാഴ്ച മുതൽ 4ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനുശേഷം ജൂലൈ 8 മുതൽ 2ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. സാധാരണ ഓഡ് ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്താറുള്ളത്. 6 കഴിഞ്ഞു, 4 കഴിഞ്ഞു, ഇത് 2 കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ഓഡ് സെമസ്റ്റർ പരീക്ഷകളാണ്. 2ാം സെമസ്റ്റർ പരീക്ഷകൾക്ക് ശേഷം വരുന്നത് 5ാം സെമസ്റ്റർ പരീക്ഷകളാണ്. അവിടെ 3ാം സെമസ്റ്റർ പരീക്ഷകൾക്കും സാധ്യതയുണ്ട്. പക്ഷേ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് അവരുടെ സെമസ്റ്റർ പരീക്ഷകൾക്ക് ശേഷമായിരിക്കും 3ാം സെമസ്റ്റർ പരീക്ഷകൾ ഉണ്ടാവുക. ഇക്കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്നവർക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും യൂണിവേഴ്സിറ്റി സമയക്രമത്തെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.